ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ലൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ബിസി ആയിരുന്നു. നെറ്റ്വർക്ക് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഗോൾഡ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഗോൾഡ് നോക്കുന്ന ടൈമിൽ എന്താ പറയാ, ഇപ്പോൾ കഴിഞ്ഞൊരു ലാസ്റ്റ് വീക്ക് നോക്കുന്ന ടൈമിൽ എന്നും പറയുന്ന പോലെ തന്നെ എന്താണ് മാർക്കറ്റ് അങ്ങനെ ഒരു റാലി ചെയ്തുകൊണ്ട് ബുള്ളിഷ് റാലി ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡിലോട്ട് പോവാണ്. സോ നമ്മൾ 15 മിനിറ്റ്സ് നോക്കുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. കാരണം മാർക്കറ്റ് അങ്ങനെ താഴത്തോട്ടൊന്നും വരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ വീക്കിലൊക്കെ കുറെ ആളുകൾ പറഞ്ഞു, 15 മിനിറ്റ്സ് നോക്കുന്ന ആളുകൾക്ക് പറഞ്ഞു എന്ത് ട്രേഡ്സ് ഒന്നും ഇല്ല എന്നുള്ള ലെവലിൽ. ഓക്കെ, അത് കറക്റ്റ് ആണ്. കാരണം മാർക്കറ്റ് ഇങ്ങനെ പോവാണ്, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്കിവിടെ തരുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ നമ്മൾ ലോവർ ടൈം ഫ്രെയിം ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ചെറിയ ഇന്റേണൽസ്, അതായത് 15 മിനിറ്റ്സിന്റെ ഇന്റേണൽസ് ഒക്കെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് ആക്കിയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, ട്രേഡ്സുകൾ നോക്കാം. ഇന്ന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഒരു സ്വിംഗ് ഏരിയ എന്ന് പറയുന്നത്. സ്വിംഗ് ഏരിയ നോക്കുന്ന ടൈമിൽ ഇനി നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ഉണ്ട്, അതിന്റെ താഴെയുള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. പക്ഷെ അതിന്റെ കൂടെയും കൂടെ പറയാണ് എന്ത്, അങ്ങോട്ട് മാർക്കറ്റ് എത്താൻ ഒരു ചാൻസസും കാണുന്നില്ല, റയർ ആണ്. കാരണം മാർക്കറ്റ് നല്ല ബുള്ളിഷ് റാലി ആയതുകൊണ്ട് തന്നെ ഇത്ര പോയിന്റ്സ് ഒക്കെ മാർക്കറ്റ് താഴത്തോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ അവിടെ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. ഇനി ഇങ്ങോട്ടൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരു ബൈ സൈഡ് നോക്കാം. ഓക്കെ, അതല്ല അവിടുന്ന് ഇന്റേണൽസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ബൈയും സെല്ലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് ലോവർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ്സുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്ത് ട്രേഡ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കുറച്ച് അഗ്രസീവ് ആണ്. ആസ് എ ബിഗിനർ നമുക്കത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതാണ് ഗോൾഡിന്റെ ഒരു ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ജി ബി പി യു എസ് ടിയിൽ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തത് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബൈ സൈഡ് ആണ് അല്ലെ. ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ട് ടാപ്പ് ചെയ്തു, നമ്മൾ ഏരിയ എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി അല്ലെ. പിന്നെ ഇതിന്റെ ബേസിൽ നമ്മൾ മാർക്കറ്റിൽ എന്താ നോക്കുന്നത്, ഒരു ബൈ സൈഡ് തന്നെ നോക്കുന്നത്. ഇപ്പൊ 4 അവർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബൈ സൈഡ് എൻട്രി തന്നെയാണ്, ബൈ സൈഡ് മൊമെന്റ് തന്നെയാണ് മാർക്കറ്റ് തരുന്നത്. സോ നമുക്ക് ബൈ നോക്കാം. ബൈ നോക്കുന്ന ടൈമിൽ നമുക്ക് ഒന്ന് ഏഷ്യന്റെ താഴെ ഇവിടെ ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. പക്ഷെ ഈ ഒരു ഏരിയ ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനും ഒരു ലിക്വിഡിറ്റി ഗ്രാബും ചേഞ്ചും ഒക്കെ തന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു ഏരിയയിൽ ഇനി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഇങ്ങോട്ട് ഇത് ലിക്വിഡിറ്റി സ്വീപ്പും ഇങ്ങോട്ട് ചേഞ്ചും തരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ മാർക്കറ്റ് എന്തിന് പോകാനുള്ള ചാൻസ് ഉണ്ട്, ബൈ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇവിടെ ഇത്ര ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മളൊരു കൺഫർമേഷൻ എൻട്രി നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ ലോ റിസ്ക് എൻട്രിയോ മീഡിയം റിസ്ക് എൻട്രിയോ ഇവിടുന്ന് കയറാം. അതല്ല താഴത്തോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എൻട്രി കയറാം. ഓക്കെ, അത് കുഴപ്പമില്ല, ഡയറക്റ്റ് എൻട്രി പ്രിസൈസ് ചെയ്ത് ഡയറക്റ്റ് എൻട്രി കയറാം. ഇവിടുന്ന് മാർക്കറ്റ് പോവാണ്, ഇവിടുന്ന് അത്യാവശ്യം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ബേസിൽ ഇവിടുന്ന് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ട്രേഡ് എടുത്താൽ മതി, ഡയറക്റ്റ് എൻട്രി കയറണ്ട, റിസ്ക് ആണ്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻട്രി കയറാം. കാരണം ഇവിടെ അത്യാവശ്യം ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെയും മാർക്കറ്റിൽ കുറെ ലിക്വിഡിറ്റീസ് ഫോം ചെയ്യും. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് പൈസയോട് പോകും. ഇതാണ് GBP/USD ഇന്നത്തെ പ്ലാൻ. ദെൻ യൂറോ യു എസ് ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾറെഡി ഡൗണിലോട്ട് മാർക്കറ്റ് തിരിഞ്ഞു അല്ലെ. ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ബ്രേക്ക്, ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹൈ പോയിന്റ്, അതിന്റെ ലോ പോയിന്റ്, ഇത് മാർക്കറ്റ് എന്ത് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി ഇപ്പൊ മാർക്കറ്റ് ഡൗണിലാണ് നിൽക്കുന്നത്. സോ ഡൗണിൽ നിൽക്കുമ്പോൾ നമ്മുടെ മെയിൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിലോട്ടാണ്. നമ്മൾ 4 അവർ ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. 4 അവർ അപ്സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. 4 അവർ നല്ല അപ് ട്രെൻഡിലാണ്. അപ്പൊ 4 അവറിന്റെ പുൾ ബാക്ക് ആയിരിക്കും മേ ബി എന്ത് ചെയ്യാം, തരുന്നുണ്ടാവും അല്ലെ. പുൾ ബാക്ക് 4 അവറിന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഏരിയ എടുത്തിട്ടൊക്കെ പോവാണ്. സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്താണ് അത്ര ഓക്കെ അല്ല. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. കാരണം ഓൾറെഡി 4 അവറിന്റെ പുൾ ബാക്ക് തീർന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, തിരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സെല്ല് അത്ര ഓക്കെ അല്ല. ചെറിയ റിസ്കിൽ മാത്രം സെൽസുകൾ നോക്കാം. കാരണം മേ ബി മാർക്കറ്റ് എന്തിനുള്ള ചാൻസസ് ഉണ്ട്, മേലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. കാരണം 4 അവർ ഒക്കെ എന്തിലാണ്, ബൈ സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, മാർക്കറ്റിനെ കൺസിഡർ ചെയ്യാം. സോ ഇതും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് 15 മിനിറ്റ് കൂടെ ബൈലോട്ട് അലൈൻ ആയി കഴിഞ്ഞാലാണ് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക. അതല്ല ഈ ഒരു ഇപ്പോഴത്തെ 15 മിനിറ്റ്സിന്റെ ഈ ഒരു ട്രെൻഡിനെ ട്രസ്റ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലോ റിസ്കിൽ ലോ റിവാർഡിൽ എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. വലിയ റിവാർഡിലോട്ടൊന്നും പോകണ്ട, ഒരു റിസ്ക് ഫ്രീ ആയിട്ട് സേഫ് ആയിട്ടുള്ള സെല്ലുകൾ മാത്രം ഇവിടെ നോക്കാം. കാരണം ഞാൻ ഇതിൽ കാണുന്നത് ഒരു 80% മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ്. കാരണം 4 അവറിലൊക്കെ എന്ത് ചെയ്തു, പുൾ ബാക്ക് തീർന്നു എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത്,
എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഹവറിന്റെ പുൾ ബാക്ക് മാർക്കറ്റ് താഴത്തോട്ട് വന്നു, ഈ ഒരു ഇംബാലൻസ് ക്ലിയർ ചെയ്തു, എന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മേലോട്ട് പോകുന്നത്. ഓക്കെ, സോ അതിന്റെ ബേസിൽ നമുക്ക് ബൈ സൈഡ് പിടിക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ്. ഓക്കെ, അപ്പൊ അത് നോക്കാം എങ്ങനെ മാർക്കറ്റ് പോകുന്നുള്ളൂ. ഇവിടുന്നൊക്കെ ഇന്റർണലി ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബൈ സൈഡ് നോക്കുന്നതാണ് സേഫ്. പക്ഷേ ഈ ഏരിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ബൈ സൈഡ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏഷ്യന്റെ ലോ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ആക്കി എടുത്ത് ഈ ഒരു ലേറ്റസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ റിസ്ക് കുറച്ചിട്ട് എടുക്കുക. മാർക്കറ്റിൽ ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ വന്നതിന് ശേഷം ഒന്നും കൂടെ കൺഫേം ആയതിനു ശേഷം എന്ത് ചെയ്താൽ മതി, അവിടെ ട്രേഡ്സുകൾ നോക്കിയാൽ മതി. അല്ലാണ്ട് പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ മൂന്ന് പേയേഴ്സിന്റെ ഗോൾഡ്, GBP, യൂറോ മൂന്നെണ്ണത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് ഏതാണോ ബെസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് ബേസ് ചെയ്തിട്ട് ട്രേഡ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഇതാണ് മാർക്കറ്റിന്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ സെനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് എന്നാൽ ട്രേഡ്സ് നോക്കിക്കോ. ബാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് പ്ലാൻസുകൾ വർക്കൗട്ട് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ഈ വീക്കിൽ 50 മിനിറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സുകൾ വളരെ കുറവാണ്. കാരണം മാർക്കറ്റ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൽ ട്രേഡിംഗിൽ വരുന്നതാണ്. മാർക്കറ്റ് എപ്പോഴും നമുക്ക് ഫേവർ ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ടൈമിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണോ അത് ബേസ് ചെയ്തിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.